ഈ ദിവസങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ ചാനലിലൊക്കെ വലിയ ചർച്ചയായിരിക്കുന്നത് ലത്തീൻ സമുദായം കേരളത്തിലെ ലത്തീൻ സഭ BJP അനുകൂല രാഷ്ട്രീയ നിലപാട് എടുക്കുന്നു എന്ന് പറയുന്നുണ്ട്. അതിലെ വാസ്തവം എന്താണ്? കേരള റീജിയണൽ ലാറ്റിൻ കാത്തലിക് കൗൺസിലാണ് ഈ ലത്തീൻ സഭയുടെ കേരളത്തിലെ ഉന്നത രൂപീകരണ സമിതി. അതിൻ്റെ കീഴിൽ ഒരു രാഷ്ട്രീയ കാര്യസമിതിയുണ്ട്. അത് KRLCBC കേരളത്തിലെ ലത്തീൻ ബിഷപ്സ് ഔദ്യോഗികമായിട്ട് നിയമിച്ചിട്ടുള്ള രാഷ്ട്രീയ നിലപാടുകൾ വ്യക്തമാക്കാൻ വേണ്ടി രൂപീകരിച്ചിട്ടുള്ള, അതിൽ അൽമായ സഹോദരങ്ങൾ, പ്രത്യേകിച്ച് രാഷ്ട്രീയ സാമൂഹിക രംഗങ്ങളിൽ സജീവതയോടെ പ്രവർത്തിക്കുന്നതും അർപ്പണത്തോടുകൂടെ നിൽക്കുന്ന അൽമായ നേതാക്കൾ ഉൾപ്പെടെ ബിഷപ്പുമാരും വൈദികരും സന്യസ്തര പ്രതിനിധികളൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു സമിതിയാണ് ഈ രാഷ്ട്രീയ കാര്യസമിതി. വരാപ്പുഴ അതിരൂപതയുടെ അതിരൂപതയുടെ ജീവദീപ്തി എന്നുള്ള ഇതിൽ ആലപ്പുഴ രൂപതയിൽ നിന്നുള്ള സേവ്യർ കുടിയാഞ്ചേരി അച്ഛൻ എഴുതിയ ഒരു ലേഖനം വന്നിരുന്നു. അത് അദ്ദേഹം 3-4 മാസങ്ങൾക്ക് മുൻപ് എഴുതിയ ഒരു ലേഖനം ഇപ്പോഴും ഈ തിരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ എഴുതിയുള്ളത്. അതിലെ 1-2 വാക്യം മാത്രം എടുത്തിട്ട് അതാണ് കേരളത്തിലെ ലത്തീൻ രൂപതകളുടെ സഭയുടെ രാഷ്ട്രീയ നിലപാട് എന്ന് പറയുന്നത് ബാലിശമാണ്. അതൊട്ടും അങ്ങനെയുള്ളൊരു വ്യാഖ്യാനം ഒട്ടും ആശാവഹമല്ല. KRLCCയുടെ ആഭിമുഖ്യത്തിൽ പ്രത്യേകിച്ച് ഈ രാഷ്ട്രീയകാര്യ സമിതി വ്യക്തമായ ഒരു രാഷ്ട്രീയ നയം പറഞ്ഞിട്ടുണ്ട്. സമദൂരം, അത് പ്രശ്നാധിഷ്ഠിത ധർമ്മം നോക്കിയിട്ടുള്ള സമദൂര സിദ്ധാന്തമാണ്. നമ്മൾ ആത്യന്തികമായിട്ട് ഓരോ വ്യക്തിയുടെയും അവകാശമാണ് മനസാക്ഷി അനുസരിച്ച് ആരെ തിരഞ്ഞെടുക്കണം, ആര് ഈ നാട് ഭരിക്കണമെന്ന് ഓരോ വ്യക്തിയും തീരുമാനമെടുത്തിട്ടുണ്ട്. എങ്കിലും പൊതുവായിട്ടുള്ള ലത്തീൻ സഭയുടെ നിലപാട് ഇതാണ്. ഒരു രാഷ്ട്രീയ പാർട്ടിക്കും അടിയറവ് വെച്ചിട്ടുള്ള ഒരു സഭയല്ല കേരളത്തിലെ ലത്തീൻ കത്തോലിക്ക സഭ. അവിടെ BJPയോട് ചായ്വേണ്ടെന്ന് ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് തെറ്റായ നടപടിയാണ്. ഓരോ വ്യക്തിയുടെയും മനസാക്ഷി അനുസരിച്ച്, പക്ഷേ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടിയും ഭരണഘടന ഉറപ്പാക്കുന്ന ആ സ്വാതന്ത്ര്യം, സമത്വം, സമഭാവന ഇതെല്ലാം ഉറപ്പു തരുന്ന വ്യക്തികളെയാണ് തിരഞ്ഞെടുക്കേണ്ടത്. മറ്റുള്ളതെല്ലാം ഏതായാലും KRLCC നിന്ന് ഔദ്യോഗികമായിട്ട് പത്രക്കുറിപ്പ് ഇതിനായിട്ട് ഇറക്കിയിട്ടുണ്ട്. ഇതാണ് ഈ രാഷ്ട്രീയമായിട്ടുള്ള നിലപാട് വ്യക്തമാക്കുന്നത്. അതിനകത്ത് തന്നെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പോൾ മുതലപ്പൊഴി അല്ലെങ്കിൽ തിരുവനന്തപുരം അതിലുണ്ടായിരുന്ന തീരദേശ മേഖലയിലുണ്ടായിരുന്ന പ്രശ്നങ്ങൾ ഇതെല്ലാം ഈ ഒരു തെരഞ്ഞെടുപ്പിൽ വിഷയമാകും, ബാധിക്കുമോ? തീർച്ചയായിട്ടും. കാരണം എന്തുകൊണ്ട് തിരുവനന്തപുരം അതിരൂപത അവിടുത്തെ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളോടുകൂടെ നിന്നു? അവർ പാവങ്ങളായതുകൊണ്ടും അവർക്ക് ശബ്ദമില്ലാത്തതുകൊണ്ടുമാണ്. സഭ എന്നും നിലനിൽക്കേണ്ടതും എടുക്കേണ്ട നിലപാട് എപ്പോഴും ശബ്ദമില്ലാത്തവരുടെ ശബ്ദമായും പാവങ്ങളുടെ പക്ഷം ചേരലുമാണ്. ആ ഒരു നടപടി എടുത്തുള്ളത് കൊണ്ടാണ് തിരുവനന്തപുരം അതിരൂപതയിലെ ആർച്ച് ബിഷപ്പിനും സഹായമെത്രാനും നിരവധി വൈദികർക്കുമെല്ലാം എതിരെ ഈ കേസ് വന്നിട്ടുള്ളത്. പക്ഷേ ആ കേസിൻ്റെ ഇതുപോലുള്ള തുല്യമാർന്ന സംഭവങ്ങളിലെല്ലാം അവരെ ഈ കേസൊക്കെ പിൻവലിച്ചു. ഇത് ധാർമ്മികതയുടെ ഒരു നിലപാടെടുത്തതിനുള്ള പ്രയാസമാണ്. സത്യത്തിനെന്നും ശരിയാണ്. ഇവർ സത്യത്തോടുകൂടെ നിന്നു, നീതിയുടെ പക്ഷം ചേർന്നു എന്ന്. അത് ഈ തിരഞ്ഞെടുപ്പ് കാലത്തെങ്കിലും അവർ മനസ്സിലാക്കി. അല്ലെങ്കിൽ ജനം അവരെ കൈയൊഴിയും എന്നുള്ള കാര്യം മനസ്സിലാക്കിക്കൊണ്ട് വ്യക്തമായിട്ടുള്ളൊരു തീരുമാനമെടുക്കണം. ഇതൊരു വിലപേശലല്ല, ഇത് ധാർമ്മികമായിട്ടുള്ള നിലപാടാണ്. മറ്റൊരു വിഷയം പിതാവേ, ഈ പ്രത്യേകിച്ച് ലത്തീൻ സമുദായത്തിലെ കുട്ടികൾ നേരിടുന്ന വലിയൊരു പ്രശ്നമുണ്ട്. വിദ്യാർത്ഥികളൊക്കെ ഈ ജാതി സർട്ടിഫിക്കറ്റ് കിട്ടാനുള്ളൊരു ബുദ്ധിമുട്ട്. ഏതെങ്കിലും കാരണത്താൽ ലത്തീൻ സമുദായം ജാതി സർട്ടിഫിക്കറ്റ് നിഷേധിക്കാനാണ് ഇവിടെ ചില ഉദ്യോഗസ്ഥർ ശ്രമിക്കുന്നത്. ഇതെന്തുകൊണ്ടാണ്? ഇതിന് സർക്കാരിൻ്റെ മുന്നിൽ അത് ശ്രദ്ധയിൽപ്പെടുത്തി ഗവൺമെൻറ്റിൻ്റെ വ്യക്തമായിട്ടുള്ള അറിയിപ്പുണ്ടെങ്കിലും ഗവൺമെൻറ് ഓർഡർ ഉണ്ടെങ്കിലും ഇവിടുത്തെ ചില ഉദ്യോഗസ്ഥന്മാരുടെ ഒരു ചിറ്റമ്മ നയം അത് ഒരിക്കലും അനുവദിച്ചുകൂടാ.
ചില എനിക്കറിയാം, ഇവിടെ കണ്ണൂർ, കാസർഗോഡ് ജില്ലയിൽ തന്നെയുള്ള ഈ ലത്തീൻ കത്തോലിക്കരായിട്ടുള്ള കുട്ടികൾക്ക് അത് സമയബന്ധിതമായിട്ട് ഈ സർട്ടിഫിക്കറ്റ് കൊടുത്തില്ലെങ്കിൽ ആ ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടതും അഡ്മിഷൻ്റെ സമയം നഷ്ടപ്പെട്ടു കഴിഞ്ഞു. അതുകൊണ്ട് വച്ചു താമസിപ്പിച്ചുള്ള ഞാൻ തന്നെ ആ ഉദ്യോഗസ്ഥരെ നേരിട്ട് വിളിച്ച് പറയേണ്ടി വന്നിട്ടുണ്ട്. അത് ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയാണ്, കെടുകാര്യസ്ഥതയാണ്. അത് ഈ ഭരിക്കുന്നവർ തിരിച്ചറിഞ്ഞ് അങ്ങനെയുള്ള ആൾക്കാരെ ഈ കാടിൻ്റെ സമീപത്തുള്ള സ്ഥലത്തേക്ക് വിടണം. അങ്ങനെ എന്നാൽ അവിടുത്തെ ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത വിധത്തിൽ അല്ലെങ്കിൽ അവരോടൊക്കെ പെട്ടെന്ന് ഇനി വല്ല VRS എടുത്തും പോകാൻ പറയുക. കാരണം കുട്ടികളുടെയൊക്കെ ഭാവിയെ ഇങ്ങനെ ഈ തുലാസിൽ ഇട്ട് അങ്ങനെ കളിച്ചിട്ട് എന്താണ് ഇവർക്ക് കിട്ടുന്നത്? അവരുടെ കസേര ഉറപ്പാക്കിയും അവർക്ക് കൃത്യമായിട്ടുള്ള ശമ്പളം കിട്ടുമെന്നുള്ള ഉറപ്പ് കൊണ്ടാണോ മറ്റുള്ളവരോടുള്ള ഇങ്ങനത്തെ ഒരു നയം? അത് തീർച്ചയായിട്ടും ചോദ്യം ചെയ്യപ്പെടുന്നു. അത് അവസാനിപ്പിക്കുക തന്നെ വേണം.